അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം എന്താണെന്ന് വെച്ചാൽ ദ ബേബി ഇൻ യെല്ലോ ആണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ടാർഗറ്റ് 300 ലൈക്കാണ്. 300 ലൈക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 അല്ലെങ്കിൽ ഐസ്ക്രീം ആൻഡ് 3 കളിക്കുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ അപ്ഡേറ്റ് ആണ് ക്രിസ്മസ്. അപ്പൊ നമുക്ക് കളിച്ചു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ലെസ്റ്റ് ഓക്കെ ഗൈസ്, നമ്മൾ അന്ന് കളിച്ചതിന്റെ ബാക്കിയാണ് കേട്ടോ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന് ബാക്കി ഇനി എങ്ങനെയാവുന്നതാണ് നോക്കാൻ പോകുന്നത്. നമ്മ അന്ന് ഈ ഡോർ തുറന്ന് എസ്കേപ്പ് ആയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന് ബാക്കി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗൈസ് ഏത് ഗെയിമിനും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മുടെ. ഇതിലൊരു ഇൻഡ് ഇല്ല അല്ലേ? അത് മാത്രമല്ല അതിന്റെ ടൂണൊക്കെ കേട്ടുന്നൊരു ഹൊററായിട്ട് നമ്മളൊരു സിനിമ കാണുന്ന ഫീലാണ്. അതാണ് ഈ സിംബലിന്റെ അർത്ഥമൊക്കെ എന്താണ്, അങ്ങനെയൊക്കെ ഒരു പല ഡൗട്ട് വരും. കോപ്പിറൈറ്റ് ആവാണ്ട്. ഗൈസ് നമ്മുടെ ബേബി ഉണ്ടല്ലോ, നമ്മുടെ ബേബി. ഇതൊന്നരായിട്ട് ഇതിന് കുട്ടിപ്പില്ലാതല്ല ഒരുപാടുണ്ടാവും. നമ്മളെ കൊന്ന് തറയിട്ടെന്നാ നമ്മളെ തന്നെ തറയിട്ട് കണ്ട ഗൈസ്. ക്യൂരിയസ് ക്രിസ്മസ് ആണ് ഇപ്പോഴത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. വീട് തുറക്കാൻ പറ്റുന്നില്ല കേട്ടാ ഗൈസ്. അന്നത്തിന്റെ നല്ല വ്യത്യാസമായിട്ടുണ്ട് ഗൈസ്. തന്നെ സ്നോ ആണ് ഗൈസ്, ഫുള്ള് സ്നോ ആണ്. സ്നോ ഒക്കെ ആകാശത്ത് പറക്കുന്നുണ്ട്. വലിയ കറുത്ത ചന്ദ്രനാ സൂര്യന്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു സ്നോബാൾ നിർമ്മിക്കുക. അതാണ് നമ്മൾ സ്നോബാൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ റോൾ ചെയ്ത് സൂക്ഷിച്ച് തറയെ വീഴാതെ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ ഒരു സ്നോമാനം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. സ്നോമാൻ ഉണ്ടാക്കി ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, മതി 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 മതി, വാ വാ, അല്ലെങ്കിൽ കുറച്ചും കൂടി പോവാ. വാടാ ഇതിന്ന് കൈ വരുന്നില്ല. ഓക്കെ മതി. അയ്യോ ഉരുട്ട് പോലെ നീ ഉരുട്ടിരുട്ട് ഗേറ്റിനടുത്തുണ്ടോ? പിക്കപ്പ് ബോഡി. എന്നിട്ട് നമ്മൾ ദാണ്ട ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. നമ്മളൊരു ഐസ് ഒരു സ്നോമാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ശരീരം റെഡിയായി. നമുക്ക് അതിന്റെ തലയും കൂടി റെഡിയാക്കി എടുക്കണം ഗൈസ്. ഗൈസ് എന്താ ഇത് ഇത്തിരി കുറച്ച് പാടാണ്. കാരണം കണ്ട രണ്ടായിട്ട് പോണണ്ട, തറയെ വീണാനും പ്രശ്നമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതിന് ഉരുട്ടി ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഹെഡും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു സ്നോമാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അലങ്കാര പണികളൊക്കെ ചെയ്യണം ഗൈസ്. ഗൈസ് അതിന്റെ മൂക്കൊക്കെ വന്നേട്ടാ. നമ്മൾ മൂക്ക് വെക്കുന്നതിന് മുമ്പേ മൂക്കൊക്കെ വന്നു. നമുക്ക് അതിനെ കണ്ണും ചുണ്ടും വായൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ആക്കി വെക്കാം. നല്ല ഡിസൈൻ, നമുക്ക് നല്ലൊരു സ്നോമാൻ ഉണ്ടാക്കി. സുന്ദരൻ സ്നോമാൻ. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് പണികളുണ്ട്. ഇത് ഇനി വരാൻ കിടക്കണതേ ഉള്ളൂ ഗൈസ്. പ്രേതവും ഭൂതവും ഒക്കെ കണ്ട ഗൈസ്. താഴെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. കണ്ണില്ലല്ലോ നമ്മളെ സ്നോമാന്. കണ്ണുണ്ടാക്കി വെച്ചെടുക്കാം. കണ്ണില്ല. ഒരു കണ്ണ് റെഡിയായി. അതിനടുത്ത കണ്ണ്. നമ്മളെ സ്നോമാൻ ഒരു കറുത്ത കണ്ണ് പോലെ. പിന്നെ നമുക്ക് അതിന്റെ കൈയും കൂടി വെച്ചെടുക്കാം. സ്കാർഫ് ഉണ്ട്. വേണ്ട, അടുത്ത. ഓക്കെ ഗൈസ്, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. കണ്ട എന്ത് ലുക്കാണല്ലേ കാണാൻ. ലുക്കാണ്, കല്യാണം കഴിക്കാം ഗൈസ്. നമുക്കിനി അതിന് തലയിൽ കൊമ്പൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടാ. സ്റ്റിക്ക്, ഈ സ്റ്റിക്ക് കൊള്ളത്തില്ല. നല്ലൊരു സ്റ്റിക്ക് എടുക്കണേ. ഇത് കൊള്ളാം, ഇത് കറക്റ്റാ. എങ്ങനെയെങ്കിലൊക്കെ സ്റ്റിക്ക് വെച്ചെടുത്താൽ മതി ഗൈസ്. കണ്ട മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് കൈ. എന്തൊരു കൈ? ഈ ബ്രൗൺ കൈ. ഓക്കെ ഗൈസ്, ഒരു കൈ വെച്ചെടുത്ത്. നല്ലൊരു കൈ. ഷട്ടിൽ ബാറ്റൊക്കെ വരണ ഗൈസ്. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ കൈ റെഡിയായി. ഓക്കെ കണ്ട ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇതെന്തരടെ? തൊപ്പിയുണ്ട് ഗൈസ്. ഓക്കെ, പൊളിച്ച് സുന്ദരനായി. നല്ല കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ സുന്ദരൻ കുട്ടപ്പനെ നമുക്കിനി ഫോട്ടോ എടുക്കണം. ഓക്കെ ഗൈസ്, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ക്യാമറയുടെ ഓക്കെ ഗൈസ്, നമ്മുടെ മഞ്ഞ കുഞ്ഞാവ വന്നിട്ടുണ്ട് പിശാചിന്റെ രൂപത്തിൽ. ഗൈസ് നമ്മളെ സ്നോ എറിഞ്ഞ് അത് കൊല്ലാൻ നോക്കിയാണ് ഗൈസ്. എന്റെ പൊന്നെ ഗൈസ്, നമ്മൾ അവനെ ഇനി തിരിച്ച് ഫൈറ്റ് ചെയ്യണം. അതന്നെ. ഗൈസ് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക സ്പീഡിന്. അപ്പൊ അതിന്റെ തലയൊക്കെ ചെതാൽ പോവും. എവിടെയാണ്? അയ്യോ ഗൈസ്, പോയി. എന്തുവാ ഇത്? നമ്മൾ കറക്റ്റ് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നല്ലേ. നമ്മൾ ഫ്രോസ്റ്റി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി കളിച്ചു നോക്കണം ഗൈസ്. അവനെ ശരിക്കും ഐസാക്കി അവനെ തണ്ട് തറയിടണം, എങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ. ഈ മഞ്ഞ കുഞ്ഞാൻ വേറെ ആണല്ല. പോയടേ വിളിച്ചിരിക്കണം നീ. എവിടെയൊക്കെ പോണു ഗൈസ്? മനസ്സിലാവുന്നില്ല. എവിടെ പോയി?
പോയി വീണ്ടും ഇതായി. നമ്മളെ വിടാതിരിക്കത്തില്ല ഗൈസ്. നമുക്ക് ഇനി മഞ്ഞ കുഞ്ഞാവ നമ്മളെ വല്ല കുഞ്ഞാവ നമ്മുടെ മഞ്ഞക്കുഞ്ഞാവ നമ്മുടെ കുട്ടി പിശാചാണ് ഗൈസ്. നമ്മളിവനെ ഓക്കെ ഗൈസ് രക്ഷപ്പെട്ട് തറയിൽ പോയി ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് അങ്ങനെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. പരിശ്രമം വിജയത്തിന്റെ മുന്നോടിയാണ്. അതാണ് ഇപ്പൊ ഈ കണ്ടത്. നമ്മുടെ തലയൊക്കെ കുഞ്ഞാവ് ഉരുക്കണത്. നമുക്ക് ഇനി ഫോട്ടോ എടുക്കാം. ഓക്കെ ഗൈസ് എവിടെ കുഞ്ഞാവിടെ സൗണ്ട് ഇട്ട് അപ്പൊ അത് പാവം പോലെ ഫോട്ടോ എടുക്കാം. എന്തോ ഫോട്ടോ കണ്ടില്ലേ ഗൈസ്? ഇനി ഈ ഫോട്ടോ നല്ല തെളിച്ച് കാണണമെങ്കിൽ നമുക്കിത് ഇതാക്കണം. എന്താണെന്ന് വെച്ചാൽ എന്തോ നമ്മൾ അന്നാക്കിയല്ലോ അതേപോലെ എന്തോ ആക്കണം. പ്രകാശം വന്നു. ഇപ്പഴാണ് ഈ നമ്മൾ കൊട്ടാരത്തിലേക്ക് വന്നത്. ഓക്കെ നമ്മളിവിടെ ഇവിടെ ഏതോ റൂമിലല്ലേ ഇരുന്ന് ഫോട്ടോ എടുത്താ? ഇവിടെ അല്ല ലോക്ക അവിടെ ആവൂല അങ്ങോട്ടാ. ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. ഫോട്ടോ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡോർ അടച്ചെടുക്കാം. ഇരുട്ടായാലേ ഈ ഫോട്ടോ കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ നമുക്ക് ഈ ഫിലിം ഡെവലപ്പ്. എനിക്ക് തോന്നുന്ന സ്നോമാൻ ചിരിച്ച പോലെ നമ്മൾ ഫോട്ടോയിനകത്ത് അത് ചിരിച്ച് അതായത് സ്നോമാൻ ചിരിക്കണ്ടേ അല്ലേ? അത് കാരണം ജീവൻ വെച്ചതിന് കണ്ട ഫോട്ടോ എടുത്താൽ ജീവൻ വെക്കും അതിന്. ഗൈസ് ഇവിടെ എന്തോ വലിയ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. കണ്ട ഗൈസ്? അയ്യോ ഫീഡ് മീ. എത്തിപ്പെട്ടത് വേറെ സ്ഥലത്താണ് ഗൈസ്. ഗൈസ് എന്തൊക്കെയാ ഗൈസ്? നമ്മുടെ ന്യൂട്ടിന്റെ പടമൊക്കെ അവിടെ ഉണ്ട്. നീ കണ്ട ന്യൂട്ടിന്റെ പടം? ഗൈസ് ന്യൂട്ട് ചത്തു കിടക്കണ. ഗൈസ് ഇവിടെ നമുക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പാൽക്കുപ്പി എടുത്തിട്ട് നമുക്ക് പോയി പാലെടുത്തിട്ട് വരാം. ആ പാൽക്കുപ്പി എടുത്തപ്പോ തന്നെ ചിരിച്ചു ഗൈസ്. അവനറിയാം അവന് പാൽക്കുപ്പിയാണ് പാല് കൊടുക്കാൻ പോവാണെന്ന്. ഓക്കെ ഗൈസ് ഇവിടെ നമ്മുടെ പാലിരിപ്പുണ്ട്. ഓക്കെ നമ്മൾ നിറച്ച്. അന്ന് ഇവിടെ എന്തോ വിഷമോ എന്തോ കുടിക്കാൻ പാടില്ലാത്ത എന്തോ വിഷമോ മറ്റോ ആയിരുന്നിരുന്നത്. അയ്യോ കുഴപ്പമില്ല ഗൈസ്. ഇവിടെ വേറൊരു ബോട്ടിലുണ്ട്. ഗൈസ് നമ്മൾ കുഞ്ഞാക്കി നമുക്ക് വായ കൊടുക്കാം. ഓ ഗൈസ് അത് അതിന്റെ പണി തുടങ്ങി. ഈ കുഞ്ഞാടെ പ്രശ്നം ഇതാണ് ഗൈസ്. ഓക്കെ നമുക്ക് ഈ വഴി പുറത്തിറങ്ങാം ഗൈസ്. ഇവൻ നമ്മൾ ഇവിടെ ഗൈസ് അവിടെ ഒരു ചേഞ്ചിങ് മാറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ കിടത്താം. ഇനി നമ്മൾ എന്താ ചെയ്യണ്ട? ഫൈൻഡ് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. അവന്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഉണ്ടെന്ന് അത് അവൻ ഇട്ട് എടുത്താൽ അവൻ നല്ല കുളിച്ച് കുട്ടപ്പനാവും. ഗൈസ് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്നോമാനും കഥ കടിച്ചു ഗൈസ്. ഗൈസ് നമ്മുടെ സ്നോമാൻ ലോക്കാണ്. ഓക്കെ ഗൈസ് ഇതാണ് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. തൊപ്പി മാത്രമേ കാണുന്നുള്ളൂ. ഗൈസ് ഡോക്ടർ ഈ ഡോക്ടർ പലയിടത്തും കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിന് എന്തൊരു കളിയുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് കാണും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യാപ്പിക്കൻ ഡോക്ടറിനെ കണ്ടായിരുന്നു. ഓ ഗൈസ് മഞ്ഞക്കുഞ്ഞാവ സുന്ദരൻ കുട്ടപ്പൻ. മഞ്ഞക്കുഞ്ഞവിടെ തല മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇനി എന്താ ചെയ്യണ്ട? ടർക്കി ഫ്രം ദ ഫ്രീസർ. ഫ്രീസറിനകത്ത് ടർക്കി ഇരിപ്പുണ്ട്. നമ്മൾ അതിനെ ചൂടാക്കി വേവിക്കണം ഓവനിലിട്ട് ഫ്രീസറിനകത്താ. കണ്ട ഗൈസ് ഈ ടർക്കി നമുക്ക് ഈ ഓവനിലിട്ട് ചൂടാക്കണം. എന്നിട്ട് നമുക്കത് കഴിക്കാം. അങ്ങനെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. ഓവൻ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? പറ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഓ ആരോ കൊട്ടുന്നുണ്ട് ഗൈസ്. അതവിടെ അല്ലേ? ഓക്കെ ആരോ ബെല്ലടിക്കുന്നുണ്ട്. യെസ് ഗൈസ്. ഗൈസ് കുഞ്ഞാവ ഇവിടെ നിന്നാ അവിടെ നിന്നാണ് ഇവിടെ വന്ന് എന്റെ മുന്നേ. ഗൈസ് ഈ മഞ്ഞക്കുഞ്ഞാ ഭയങ്കര ഇതാണ് കേട്ടാ. കുട്ടി പിശാചല്ലേ പറയാൻ പറ്റത്തില്ല. നമ്മളെ തള്ളിത്തറയിട്ട് ഹായൊക്കെ തരുന്നുണ്ട്. നമ്മളെ ചത്തുപോയ ന്യൂട്ട് തിരിച്ച് പുനർജനിച്ചു വന്നിരിക്കുന്നു. എന്താ സുഖമാണ് ന്യൂട്ട്. ന്യൂട്ട് നമുക്ക് സമ്മാനം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെറുതെ അല്ല വന്നവൻ നമുക്ക് കുറെ സമ്മാനങ്ങൾ കൂടി ആയിട്ട് വന്ന. താങ്ക് യു ന്യൂട്ട്. സമ്മാനം പൊക്കി വാരി എടുത്ത് ഇവിടെ നമ്മളെ ന്യൂട്ട് കയറി പോയാ. ഓക്കെ ഗൈസ് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ പറയുന്നത്. ഓക്കെ ഗൈസ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗൈസ് നമ്മളെ ന്യൂട്ട് മേടിക്കുന്നു. വെന്ത് ഗൈസ് നമ്മളെ ടർക്കി. എന്റെ പൊന്നെ. അയ്യോ ഫയർ ഈസ് ഇറ്റ്സ് ഹോട്ട്. ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അല്ല സിലിണ്ടർ തന്നെ ഫയർ തീ എങ്ങനെയൊക്കെ നമ്മൾ അണച്ച് ഗൈസ്. കരിഞ്ഞ് തരിപ്പടമായി കാണും അതിനിപ്പം. ഗൈസ് ഇതിന്റെ ഉള്ളിൽ ഭയങ്കര വലുതായിട്ടുണ്ട് ഗൈസ്. അപ്പുറത്ത് നമ്മളെ ചിക്കനില്ല ചെറുക്കി ഇരിപ്പുണ്ട് ഗൈസ്. എന്താണ് അതിന്റെ നടക്കാൻ പറ്റുന്നില്ലേടേ? നമ്മൾ പതിയെ നടക്കുന്നുണ്ട്. ഇത്രയും പതുക്കെ നടക്കുന്നു. ഇത്ര ചെറിയ ഓനല്ലേ അതിനകത്ത് ഉള്ളിൽ കയറി പോകാൻ നല്ല പാടായിരിക്കും. എന്നാൽ ഇത്രയും പതുക്കെ നടക്കണോ ഗൈസ്? കുഞ്ഞാവിടെ ചിരി.
ഓ ടർക്കിയിൽ പോയി പിറകെ കുഞ്ഞാവേ. അത് കുഞ്ഞാ കോഴി ഇറച്ചി പിടിക്കാൻ പോണാ. അതിനെ കഴിക്കാൻ തോന്നിട്ടുണ്ടാവും ഗൈസ്. കൊതി വന്നിട്ടുണ്ടാവും. കൊതിയും കുഞ്ഞാവല്ലേ ഗൈസ് നമ്മുടെ കുഞ്ഞാ നമ്മളെ പിടിക്കാൻ വന്ന്. അയ്യോ കുട്ടിപ്പിശാചുകളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ആവത്തുള്ളൂ. ഈ അടിച്ച് കേക്കണ് ഗൈസ്. അയ്യോ എവിടെ 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 ചെവിക്ക് കീക്കി അടിക്കണം. നമ്മുടെ ചിക്കൻ എവിടെ? നമ്മുടെ ചിക്കൻ എവിടെ? ചിക്കൻ റെഡി എന്ന് പറയുന്നുണ്ട്, ഡിന്നർ റെഡി എന്ന് പറയുന്നുണ്ട്. എവിടെ? അണ്ട തറ തന്നെ വീണ് കിടക്കണ്. ഓക്കെ ഗൈസ്, ടർക്കി റെഡി ആയിട്ടുണ്ട്. നീ വേണമെങ്കിൽ തിന്നോ, നമുക്കിത് വേണ്ട. തിന്നു മുണുങ്ങ് നീ. കുട്ടി പിശാചിന്റെ വീട്ടിലുള്ള ഒരു സാധനം നമുക്ക് വേണ്ട. ഓക്കെ, എന്തൊക്കെയാ ഗൈസ് ഇവിടെ സംഭവിക്കുന്നത് സത്യത്തിൽ? ഓക്കെ, നമ്മുടെ ഇവന് ഇത്രയും കൊതിച്ചാണ്. എന്തിനാണ് ഇവന് തടിയൊന്നും ഇല്ലല്ലേ? സിറ്റ് ഡൗൺ. ഓ നമ്മൾ ഇരിക്കാൻ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാണാ? കുഞ്ഞാവ് ദേഷ്യപ്പെടുന്ന ഗൈസ്. നമ്മളടുത്ത് കഴിച്ചില്ലെങ്കിൽ കുഞ്ഞാക്ക് ദേഷ്യം വരും. കുഞ്ഞാവിടെ വീട്ടിലെ ഭക്ഷണം നമ്മൾ കഴിക്കണം. കുഞ്ഞാ നമ്മൾ സലിക്കരിക്കുകയാണ്. എന്നാലും ദേഷ്യപ്പെടുന്നു ഗൈസ്. അയ്യോ കണ്ണൊക്കെ ഇരിക്കുന്നു ഗൈസ്. കണ്ണെടുപ്പോ അവൻ ചിരിക്കണാടേ. ഇതാ നമ്മുടെ ന്യൂട്ട് ഒളിഞ്ഞിരിപ്പ്. അടുത്തതും കഴിക്കാൻ. കുഞ്ഞാവയ്ക്ക് ഷീപ്പ് ആൻഡ് ക്യാറ്റ് ആൻഡ് റാബിറ്റ് കണ്ടാ? നമ്മൾ വായിച്ച കഥകളിലുള്ള ഷീപ്പിനെ കറുത്തറുത്ത് ഇട്ടേക്കണ്. ക്യാറ്റിന്റെ തല മാത്രം, മുയലിന്റെ ക്യാറ്റിന്റെ ഒക്കെ തല മാത്രമേ ഉള്ളൂ. മതി, നമുക്ക് ഇത്ര മതി. അയ്യോ ഇനിയും കഴിക്കാൻ പറയണ ഗൈസ്. ഇല്ലെങ്കിൽ കുഞ്ഞാവ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടു ഗൈസ്. നമുക്ക് കഴിച്ചാ പറ്റൂ. അയ്യോ റാറ്റ്, നമ്മുടെ റാബിറ്റ്. റാറ്റല്ല റാബിറ്റ്. തലയൊക്കെ ഇതായി പോയി ഗൈസ്. അയ്യോ താ പിന്നെ ദേഷ്യപ്പെടുന്നു. കീപ് ഈറ്റിംഗ് പിന്നെ കഴിക്കാൻ പറയുന്നുണ്ട്. അയ്യോ നമ്മുടെ പൂച്ചയെ നമ്മൾ കഴിക്കാൻ പോണത്. ഓ നമ്മളെ സമ്മതിക്കുന്നില്ല, പൂച്ച നമ്മളെ സമ്മതിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്റെ പിന്നെ ഇവിടെ ഇത് എന്തൊക്കെയാ ഇവിടെ സംഭവിക്കണേ? ഫിനിഷ് യുവർ മീൽ. ഓക്കെ ഗൈസ്, നമ്മൾ ഇതും കൂടി കുടിക്കണമെന്നാ പറയുന്നത്. നമ്മൾ കുഞ്ഞാവയാണ് നമ്മൾ ഇത് കുടിക്കാൻ. നമ്മള് കുഞ്ഞാവയാണ്, അതാണ് ഇത് കുടിക്കാൻ പറയുന്നത്. ന്യൂട്ട് ഗൈസ്, നമ്മുടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഗൈസ്? നമ്മുടെ ന്യൂട്ട് ചത്തടക്കണേ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ബേബിയുടെ മുഖം കണ്ടാ കുട്ടി പിശാചേ? എന്തോ വലിയ സംഭവം നടക്കുകയാണ് ഗൈസ്. എന്തോ സംഭവത്തിന്റെ ഒരു തെളിവാണ് ഗൈസ് ഇതൊക്കെ നമ്മോട് ഇത് കഴിക്കാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മളെ കുഞ്ഞാവയായി തന്നെ. നമ്മളെ കുഞ്ഞാവായി നമ്മളത് പാഠപുസ്തകം വായിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്നോമാൻ എടുത്തിരിപ്പുണ്ട്. നമ്മളെ പാഠപുസ്തകം വായിച്ചത് ഉറക്കാണ് ഗൈസ്. പിന്നെ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാടേ ഗൈസ്. ഇത് മറ്റേ കുളം, നമ്മുടെ ഈ കുളത്തിൽ നമ്മൾ കുളത്തിൽ കൊണ്ടിട്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഒരിക്കലും സ്നോമാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് തിരിഞ്ഞളഞ്ഞ് ഗൈസ്. നമ്മൾ ഒരിക്കലും സ്നോമാൻ അല്ല, ഒരുപാട് സ്നോമാൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഈ സ്നോമാന്റെ വേറെ കുട്ടികളോ അമ്മയും അച്ഛനും ആരൊക്കെയാണ്? അതാണ് ഗൈസ്. ഇതെന്തൊക്കെയാ? ഒത്തിരി സ്നോമാൻ ഉണ്ട്. അതാണ് നമുക്ക് അകത്ത് കയറാം. നമ്മൾ എങ്ങനെ ഇവിടെ വരണമെന്നൊന്നും പറയുന്നില്ല. എന്നാലും നമ്മളെ തിരിച്ച് ഡൈനിങ് റൂമിലേക്ക് പോകാൻ പറയുന്നുണ്ട് ഗൈസ്. ഗൈസ് ഗൈസ് ഇതെന്തുവായി കാണുന്നേ? ഗൈസ് ഇത് സ്ക്രൂ ഡ്രൈവറൊക്കെ ഇതൊക്കെ ഗിത്താറ്. എന്റെ പൊന്നെ എന്തൊക്കെയാ ഇവിടെ കാണുന്നേ? നമ്മൾ തിരിച്ച് ഡിന്നർ റൂമിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇങ്ങോട്ടല്ലേ എന്നാ ഡിന്നർ റൂം? ഈ ലോക്കാണോ? ഡൈനിങ് റൂം. ആ സോറി, ബെസ്റ്റ്. അതിന്റെ ഒക്കെ ഗൈസ്. ഗൈസ് നമ്മൾ വരുന്നവരെ അടുത്തടുത്ത് വരിക. ഇവിടെ ഓപ്പൺ ആയി. ഡൈനിങ് റൂമിൽ ചെല്ലേ. ഓ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയ സ്നോമാൻ നമ്മളെ പേടിപ്പിച്ചതായിരിക്കും. ഫൈൻഡ് ദ മിസ്സിംഗ് പ്രസൻസ്. നമ്മളെ പ്രസൻസ് ഒക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ഒരു പ്രസന്റ് കിട്ടി, നമുക്ക് അവിടെ കൊണ്ടിടാം. ഞാൻ നീ രാജാവായോ അതിനിടയ്ക്ക് അവിടെ കയറി ഇരിക്കാൻ? രാജാവിനെപ്പോഴാണ് അവൻ ഇരിക്കുന്നത്. ഓ ഗൈസ് ഇവിടെ ഒരു സമ്മാനം. ഓ എടാ ഇത്തിരി അടുത്തോണ്ടേക്ക്, നമുക്ക് നടക്കാൻ വയ്യ. നീ അങ്ങനെ കൊണ്ടുപോവല്ലേ? ഇത് ആരെങ്ങനെ കൊണ്ടുപോണേ? എന്തുവാ ഇത്? പതിയെ നടക്കണം നമ്മൾ ഇത്ര. ഓക്കെ കണ്ട ഗൈസ്, ബേബിനെല്ലാം ഇത്രയ്ക്ക് ഡിഫറെന്റ് ആണ്. ഭയങ്കര ഒരു ഹൊറർ ആയിട്ടാണ് വരുന്നത്. എന്തൊക്കെയാ? ഓക്കെ ഇനി എത്ര? ഇതിന്റെ എണ്ണം കൂടി കണ്ടുപിടിക്കണ്ടേ? ഓക്കെ അപ്പൊ എന്തായാലും ഇത് അപ്സ്റ്റെയർസ് തന്നെ ആയിരിക്കും. എന്തുവാ ഗൈസ്? സ്നോ ബോൾസ്. ഓ ഗൈസ് ഡോറ് തെളിഞ്ഞു വന്നു. ഇവിടെ ഒന്നും ഇല്ലടേ സമ്മാനം. ഇവിടെ ഇല്ല, അപ്പൊ അങ്ങോട്ടേ ഇരിക്കും. അതാ ആ അവിടെ ഉണ്ട്, അതിനകത്തുണ്ട്. ഉണ്ട് അവിടെ. നമ്മൾ ഗൈസ് എസ്കേപ്പിൻ ഡോറിന്റെ അടുത്താണ് നിൽക്കുന്നത്. ആ സമ്മാനം ഇതിൽ നമ്മൾ എസ്കേപ്പ് ആണില്ലല്ലോ എന്നാണ് ഗൈസ്. എന്തൊക്കെയാ ഗൈസ് ഇവിടെ നടക്കുന്നേ? ഓ പ്രേത വീട്ടിൽ ചെന്നാൽ പിന്നെ ഇതല്ലാതെ ഇതിനപ്പുറം നടക്കും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് കിട്ടിയ പ്രസന്നം കൊണ്ട് പോവാം. എന്തുവാ ഗൈസ് ഇത്? സ്നോമാൻ നമ്മളെ തള്ളിയിട്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്കൊന്നും പറ്റിയില്ല.
നമുക്ക് ഇതും കൊണ്ട് വെക്കാം. ഇനി ഏതെങ്കിലും സമ്മാനം എടുക്കാനുണ്ടാ? ഓ കുഞ്ഞാ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളു. എന്തുവാ? ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. യെസ് യെസ് ഗൈസ് ഇവിടെയും പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വിരൂപമായി ഗൈസ്. എന്താണ് പറഞ്ഞു പോയാ? പൂച്ചട്ടി ഗൈസ് ഒളിച്ചിരിക്കുക ഗൈസ്. ഇതൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. നമ്മൾ ഉണ്ടാക്കിയ സ്നോമാൻ ജീവൻ വന്നിട്ട് അത് നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു. നമ്മൾ പതുക്കെ നടക്കണ ഗൈസ്. നമുക്ക് പേടിയായിട്ടായിരിക്കും ഗൈസ് നമ്മൾ ഇത്ര പതുക്കെ നടക്കുന്ന. പക്ഷെ എന്റെ എന്തുവാ ഇത്? ഓക്കെ ഗൈസ് അതും വെച്ച്. ഓക്കെ ഈ പ്രസൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. സ്പിന്നിങ് ടോപ്പ്. ഓ ഇങ്ങനെ വട്ടങ്ങനെ പമ്പരം. നമ്മളൊക്കെ ഇതിനെ പമ്പരം എന്നാണ് പറയാറ്. ഹാമർ ഗൈസ്. ഹാമർ അല്ലടി അത് വേറെ തരം ഹാമറാണ്. എന്താണ്ട ഇത് തരത്തില് പന്നി ബലൂൺ ഹാമറാണ്. ഓ കുഞ്ഞാ ദേഷ്യപ്പെട്ടാ. ആ ന്യൂട്ടിനൊന്നും എടുക്കടി. ഈ പാവോടി. ഞാൻ ഒന്ന് തരും. ഒന്നും തരാതൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് കുറച്ചൊക്കെ കൊള്ളു. നീ നമുക്ക് പണിയിട്ട് വരുന്ന അതാണ് പണിയിട്ട് വരുന്ന. ഓ അവനെ കര കര നീ കരാവും. ഭയങ്കര പണിയൊരാണല്ലോടാ നീ കുട്ടി പിശാചേ. ഓക്കെ വാ അടുത്ത സമ്മാനം തുറക്കാം. അടുത്ത സമ്മാനം തുറക്കാം. ഇത് ഊപ്പി കുഷൻ. ഓക്കെ ഗൈസ് ഇത് കുഞ്ഞ ഇത് ഇങ്ങനത്തെ കണ്ണ് വെച്ചെടുക്കണം. കാരണം പുതിയ കണ്ണുകളൊക്കെ നമുക്ക് കിട്ടണം. നമുക്ക് കണ്ണ് വേണ്ടേ? നമുക്ക് ഇനി ചുറ്റുപാട് കാണണ്ടേ? ഭയങ്കര കുഴപ്പമില്ല. നിനക്ക് കുറച്ച് കണ്ണിരിക്കട്ടെ. ഓക്കെ മൊത്തത്തിൽ കണ്ണ് അതല്ല ഇനി മതി. പുട്ട് ബേബി ടു ബെഡ്. പാവോടി അവൻ വേണ്ട അവനെ മാറ്റി. നമ്മളെ ന്യൂട്ടല്ലേ വിട്ടേക്ക്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഈ കുഞ്ഞാവെ എടുത്തിട്ട് ബെഡിൽ കൊണ്ട് കിടത്താൻ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബെഡിൽ കൊണ്ടുപോയി കിടത്താം. ഈ ബെഡിൽ കിടന്ന് ഉറങ്ങാം. അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നീ ഉറങ്ങത്തില്ല. എന്തായാലും നീ പണിയും കൊണ്ട് വരും. ഓക്കെ ഗൈസ് ഫൈനൽ പ്രസന്റ്. ഗൈസ് ഇതാണ് ലാസ്റ്റ് പ്രസന്റ്. ഇത് ന്യൂട്ടിന്റെ പ്രസന്റ് ആണ്. ന്യൂട്ടിന്റെ പ്രസന്റ്. ന്യൂട്ട് നമുക്ക് നേരത്തെ പ്രസന്റ് തന്നില്ലേ? പിന്നെ നിന്നാടേ ഗൈസ്. ന്യൂട്ട് പിന്നെ പോയി. എനിക്കറിയാം എങ്ങനെ വല്ല സംഭവിക്കും. എങ്ങനെ പെട്ടെന്ന് ഇടുന്ന് ചാവണേ. ഓ ന്യൂട്ടേ എന്ത് പറ്റിയടാ? പഴയ സീൻ ഗൈസ്. പുനർജനിച്ചതിന് ശേഷം പിന്നെ ന്യൂട്ട്. അയ്യോ എന്തൊക്കെയാ ഗൈസ് ഇവിടെ നടക്കുന്നേ? എല്ലാവരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ ഉണ്ടാക്കിയ സ്നോമാൻ തന്നെ നമ്മൾ അടിച്ചിരുന്നു ഗൈസ്. എന്തുവായി കാണുന്നത്? നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചാ നമ്മൾ ഇത്രയും ഇതാക്കാൻ? നമ്മുടെ മഞ്ഞക്കുഞ്ഞാവാ ഇത്രയേ ഉള്ളു. കഴിഞ്ഞ ഒരു അവസാനം ഇല്ലാത്ത കഥ. ഞാൻ പറയുന്ന ഗൈസ് ഇതൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ. നമുക്കറിയാം ഇതൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ. അതാണ് കണ്ട ഡോക്ടർ. എന്താണ് മറ്റേ ഡോക്ടർ? പാവ ഡോക്ടർ. എന്തുവാ ഇത്? ഈ കണ്ണ് നമ്മൾ ചെയ്യുന്നില്ല വാച്ച് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂച്ച നടന്നത്. ഈ പൂച്ചയും ഇയാളുടെ കൂടെ ഒരു എന്തൊക്കെയുണ്ട്. നമുക്ക് ഈ കഥ മുഴുവൻ അറിയത്തില്ല നല്ലോണം. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഗെയിം. അപ്പൊ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇത്രയുള്ള വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.